എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഹോണ്ട ഡിയോ ഏകദേശം 6-7 മാസത്തോളം നിർത്തിയിട്ടൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റാർട്ടിങ് കണ്ടീഷനിലല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ടിങ് കണ്ടീഷനിലാക്കി എടുക്കണം, അതിൻ്റെ ഒരു വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെ പരിസരത്ത് തന്നെ ഇത്തരത്തിൽ ഒരുപാട് കാലങ്ങൾ നിർത്തിയിട്ട് വീട്ടിൽ കിടക്കുന്ന വണ്ടികളുണ്ടാവും. ഇപ്പോൾ ഗൾഫിൽ പോകുന്നവർ മറ്റൊക്കെ ആണെങ്കിൽ നിർത്തിയിട്ട് ഒരുപാട് കാലങ്ങൾ നിർത്തിയിട്ട് ഇതുപോലെ സ്റ്റാർട്ടിങ് കണ്ടീഷനിലാവാതെ നിന്നാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു കോൾഡ് സ്റ്റാർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കോൾഡ് സ്റ്റാർട്ട് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ പോയി ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് വിൻറ്റേജ് വണ്ടികളുടേത് അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. ബാറ്ററി വീക്കാണെങ്കിൽ ഈ ഭാഗം മൊത്തം അയച്ചിട്ട് ബാറ്ററി നമുക്ക് ചാർജിലിടണം. അപ്പോൾ ജസ്റ്റ് ചാവി ഒന്ന് ഓൺ ചെയ്തിട്ട് സെൽഫ് കിട്ടുന്നുണ്ടാകുമെന്ന് നോക്കാം. ഉണ്ടല്ലേ? അപ്പോൾ സെൽഫ് അടിയുന്നില്ല. അപ്പോൾ ബാറ്ററി ചെറുതായിട്ട് ഡൗൺ ആണ്. അപ്പോൾ ബാറ്ററി ഈ ഒരു ഭാഗം അയച്ചാൽ നമുക്ക് ബാറ്ററി എടുക്കാൻ പറ്റും. ബാറ്ററി എടുത്തിട്ട് നമുക്ക് ഇൻവെർട്ടറിൽ ചാർജിലിടണം. അപ്പോൾ സ്റ്റാർട്ടിങ് കണ്ടീഷനിലല്ലല്ലോ, ഏതായാലും കിക്കർ എന്ന് അടിച്ച് നിൽക്കുന്ന കാണിച്ചു തരാം. ജസ്റ്റ് ചാവി ഓൺ തന്നെയല്ലേ? ഓണാണ്. ഉണ്ടോ? ഒരു പ്രതികരണവും ഇല്ല. ഇപ്പോൾ നിങ്ങൾ വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിർത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നുന്നു. ഇതിപ്പോൾ ഒരു കൊണ്ടുവരുമ്പോൾ കേക്കിയതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര നല്ല നിറമുള്ളത്. അല്ലെങ്കിൽ നിറച്ച് പൊടിയായിരുന്നു. പിന്നെ ഇവിടെ ഒരു വേട്ടാളത്തിൻ്റെ കൂടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഒഴിവാക്കിയതാണ്. അപ്പോൾ ഞാനല്ല കേട്ടോ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ ഉപ്പയാണ്. ഇതിനു മുമ്പുള്ള എല്ലാ കോൾഡ് സ്റ്റാർട്ട് വീഡിയോസിലും വണ്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ടുള്ളത് എൻ്റെ ഉപ്പയാണ്. അപ്പോൾ ഉപ്പ ഒരു മെക്കാനിക്കാണ്, ഓട്ടോ മെക്കാനിക്കാണ്. അപ്പോൾ ഉപ്പ ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പോൾ വരുമ്പോഴത്തേന് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സീറ്റ് ഒന്ന് അയച്ചിട്ട്, ആ ഭാഗത്താണല്ലോ കാർബറേറ്റർ കാര്യങ്ങളൊക്കെ ഉള്ളത്, അപ്പോൾ അവിടെയുള്ള ബോൾട്ടൊക്കെ അയച്ചിട്ട് വെക്കുക. അപ്പോൾ ഇതിന് ഉപ്പ വന്നിട്ട് നമ്മൾ കാർബറേറ്റർ സെറ്റ് ചെയ്യുക, പിന്നെ പ്ലഗ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാവും എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ജസ്റ്റ് ചാവി ഒന്ന് ഊരിയിട്ട് നമ്മളെ ഈ ഡിക്കി തുറന്നിട്ട് അവിടെയുള്ള ആ ബോൾട്ടുകളൊക്കെ ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 ബോൾട്ട് ഉണ്ട്. ഇവിടെ അത് റിമൂവ് ചെയ്താൽ നമുക്ക് ഈ ഒരു സംഭവം മൊത്തമായിട്ടാണ് ഊരിയെടുക്കാം. അപ്പോൾ ഇവിടുത്തെ ബോൾട്ടും സ്ക്രൂകളൊക്കെ നമ്മൾ അയച്ചു. അപ്പോൾ ഇതിനിപ്പോൾ വന്നു. ഇനി ബാക്കി നമുക്ക് പരിപാടി തുടങ്ങാം. ഈ ഭാഗം പൊക്കിയിട്ട് ബാക്കി റിപ്പയറിങ് തുടങ്ങാം. ഇവിടെ ഉണ്ടല്ലേ സ്ക്രൂകൾ. ഓക്കെ, അപ്പോൾ സീറ്റ് നമ്മൾ അവിടെ വെച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇവിടെ ഒരാളുണ്ട് കേട്ടോ, അത്യാവശ്യം വലുത് തന്നെയാണല്ലേ. ഓ, അപ്പോൾ പറഞ്ഞ അർദ്ധന 6 മാസം 7 മാസം നിർത്തിയിട്ട് വേണം. അപ്പോൾ അതിനേതായ കാരണം ഇതൊക്കെ കാണുന്നുണ്ട്. പുറം ഭാഗം നോക്കുമ്പോൾ നല്ല വൃത്തികാരം പുതിയ വണ്ടിൻ്റെ പോലെയാണ്. ഫുള്ള് അയച്ചപ്പോൾ മനസ്സിലായില്ലേ, പുറം ഭാഗം പോലെ ഇപ്പോൾ കേക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം കാർബറേറ്റർ അയച്ചു തരാം. എണ്ണുണ്ടാക്കല്ലേ ഉണ്ട്, കാണണ്ടല്ലോ. മൊത്തം ചളിയാണല്ലേ ഇവിടെ തന്നെ.
പുറമേക്കല്ലേ ഉള്ളൊക്കെ ഉണ്ടാവില്ല നോക്കാം. ഈ ഡിയോന്റെ ന്യൂ വെർഷനും പഴയ വെർഷനും തമ്മിൽ എഞ്ചിനെ സംബന്ധിച്ച് മാറ്റമൊന്നും വന്നിട്ടുണ്ടാവില്ലല്ലോ? സി സി കൂടി ഉണ്ടാവില്ലേ? 110 ആ 200 cc ഇതിനൊക്കെ ഏകദേശം സെയിം. ഇത് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇപ്പം വീടി അടിഭാഗം അയച്ച് ക്ലീൻ ചെയ്യല്ലേ? ഫുള്ളായിട്ടൊന്നും കേൾക്കാം. എന്താ കളറ്? പ്ലഗ് അയക്കരാ. അടി കൂടെ കയറോ? ആണ് സ്ക്രൂ ഡ്രൈവർ പ്ലഗ് അയച്ചിട്ട് പ്ലഗിൽ കരി അടിഞ്ഞ് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് ഒന്നിട്ട് നോക്കണം. മറ്റേത് കാർബൺ കുറെ തേഞ്ഞ് വയ്ക്കണ. അവിടെ ഒരു കാർബൺ മാറ്റൊരു സാധനല്ലേ? വർക്കിംഗ് ഉണ്ടോ? സ്പാർക്ക് അടിക്കണ്ടോ നോക്കാം. അടുപ്പിച്ചെടുക്കും. നമ്മളെ കരണ്ട് വാസം നോക്കും. അടിച്ചോണ്ട് വരില്ല. കുടിച്ചോ? ബാറ്ററിയില്ല. ബാറ്ററി ചാർജ് ഓക്കെ. ചേർത്തടിച്ച് കുടിച്ചോ? ആ ഉണ്ട്. വേറെ ഉള്ളത് വേറെ പ്ലഗ് ഇട്ടാ ചെറിയ സ്പാർക്കാണല്ലേ?
അതിന് പോയിക്കോളൂല്ലേ കച്ചറ. അപ്പോൾ കാർബറേറ്റർ ഇപ്പോൾ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തു. ഇനി അത് ഫിറ്റ് ചെയ്ത് നോക്കാം. ഫിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഈ ഓറിങ്ങുള്ള ഭാഗം ബുദ്ധിമുക്ക് അങ്ങനെ വരണം. അത് ഇതിനുള്ള അല്ലേ? ചോക്ക് വർക്കിങ്. ഇനി ബെഡ്റൂം പൈപ്പ് കൊടുക്കാം. എന്നിട്ട് എണ്ണ പാസ് ചെയ്യണ്ടെന്ന് നോക്കണം. വരുന്നുണ്ട്. എണ്ണ ഡയറക്റ്റ് കൊടുത്താൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടും. ഞാനിത് ഒരുപാട് നിർത്തിയിട്ട് വണ്ടി ആയതുകൊണ്ട് നമ്മൾ കിക്കറടിച്ച് പിരാന്താവും. ഈ കട്ടിങ് ഇതാ, ഇത് ഈ സ്ക്രൂറിന് നേരെ വരണം. ഈ ബാക്കിൽ ഈ ഫുള്ളായിട്ടുള്ളത് തിരെ നേരെ. ഞാൻ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ചീറും. ഈ പിസ്റ്റം ഇങ്ങനെ ഫുള്ള് ഇറങ്ങണം. നമ്മൾ കൈയോട് തള്ളി കയറില്ല, ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങി പോകണം. എന്നിട്ട് അത് റൈറ്റ് ആക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഫുൾ റൈസിങ് കയറും, പിസ്റ്റം പൊന്തി കയറും. ആക്സിലേറ്റർ പിസ്റ്റന് ഫ്രീ ആയിട്ട് ഇറങ്ങി പോകണം, നമ്മൾ കൈയോട് അമർത്താതെ. അപ്പോൾ അത് കഴിഞ്ഞില്ലേ? ഇനി ഇക്കറടിച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ടോ നോക്കുക. പിന്നെ ബാറ്ററി പിന്നെ ഓടുമ്പോൾ അങ്ങനെ ചാർജ് ആവില്ലേ? സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാൽ മതി. അടിച്ചാ കേട്ടാ
കറക്റ്റ് വെക്കുക. റെഡിയായി. ഇതിൽ ഒറ്റയടിക്കാൻ സ്റ്റാർട്ടായില്ല. എടുത്തോട്ടെ. സംഗതി റെഡി ആയിട്ടാണ്. സ്റ്റാർട്ടിങ് ആയി. ബ്രേക്ക് കുറവുണ്ടോ? അപ്പോൾ ഏതായാലും സ്റ്റാർട്ടിംഗ് ഒക്കെ റെഡിയായി. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഇതുപോലെ വണ്ടികൾ നിർത്തിയിട്ടാൽ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ കിക്കർ അടിച്ചു നോക്കാം. മറ്റേ ഓടി ചാർജ് ആണല്ലോ ബാറ്ററി. കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിന് ഇടുന്നതുകൊണ്ട് ഓക്കെ. ഇനി സീറ്റ് പോയ മരത്തിന് വെക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചാണ് പോരുന്നത്. ഇവിടെ 2 സ്ക്രൂവും ഇവിടെ ഒരു സ്ക്രൂ അല്ലേ. അപ്പോൾ ഈ സാധനം എന്താ ഇതിനുള്ളിൽ പ്രസ്സിംഗ് ആണ്. ഇതോടെ ഇവിടെ അടി പിടിച്ചിട്ട് ഇതും പിടിച്ചിട്ട് ഇങ്ങനെ അടിക്ക് വലിച്ച് എന്നിട്ട് ബാറ്റിൻ്റെ ക്ലാമ്പ് ഇങ്ങനെ ഉണ്ടാവും. ഈ വോൾട്ടേജ് ക്ലാമ്പ് എടുക്കുക. നമുക്ക് ബാറ്ററി ചാർജിൽ ഇടണം ഇൻവേർട്ടറിൽ.